ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെയാണ് ഈ അതുൽ എന്ന് പറഞ്ഞ ഓരോരോ യൂട്യൂബ് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നടന്ന സംഭവം നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു. ഞാനൊരു കേസ് പറയട്ടാ. ഓക്കെ, സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് അവൻ മാപ്പ് പറഞ്ഞടാ. അവളടുത്ത് പോയി മാപ്പ് പറഞ്ഞപ്പോ അവള് മറ്റേ വിക്ടിം കാർഡ്, മറ്റേ കാർഡ്, മറിച്ചേ കാർഡ്, റേഷൻ കാർഡ്, ATM കാർഡ് എല്ലാം ഇറക്കുന്നുണ്ട്. എല്ലാം ഇറക്കുന്നുണ്ട്. എനിക്ക് വെറും പുച്ഛമാണ് തോന്നി. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, PR ടീമുകളെ, നാറികളെ, നീയൊക്കെ അക്ബറിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അവളെ വിളിച്ച ആ ഒരു ഇത് മാത്രം എടുത്തു വെച്ച് ഹൈലൈറ്റ് ചെയ്ത് അവളെ വരുമ്പോ വിധവാ കാർഡ് ഇറക്കി, അവളെന്തോ മറ്റേ പാവം പോലെ ആക്കി, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ആക്കി, ഇങ്ങനെ ആക്കി അങ്ങ് മറ്റേ നന്മ മരം ആക്കി മാറ്റുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരിച്ച് നിന്റെയൊക്കെ രണാസുനെ കയറി വിളിച്ചില്ല അക്ബറിനെ വേട്ടപ്പട്ടിയെന്ന്? അവന്റെ വീട്ടുകാരടക്കം പട്ടിയെന്ന് വിളിച്ചതിന് തുല്യമല്ല ആ കയറി വിളിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെ കൊണകൊണാന്ന് വെട്ടാൻ നിൽക്കരുതട്ടെ. ഇതാണ് പറയുന്നത്. നല്ല ഒന്നാം തരം PR ടീമിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ടീം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ വിന്നറൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നല്ലപോലെ എടുത്തിട്ട് വെളുപ്പിക്കുന്നുണ്ട്. ഈ സഹതാപത്തിന്റെ കണ്ണുനീര്, ഏത് സഹതാപം പിടിച്ചു പറ്റി ആ ട്രാക്കിൽ കൊണ്ടുപോയി അങ്ങനെ ഒരു ഇതിൽ കൊണ്ട് ഒറ്റപ്പെടുത്തി ഇരുത്തിയിട്ട് കപ്പടിക്കാനുള്ള പ്ലാനാണ്. സൂപ്പർ അടിച്ചുകൊണ്ട് കപ്പ്. ഇത് ആ സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. എല്ലാവരും മാക്സിമം വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ടാസ്ക് ആയിരുന്നു. അതായത് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമില്ലാത്ത ആളെയും വിളിച്ചു വരുത്തിയിട്ട് നിർത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ നിക് നെയിം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പലരും പല നിക് നെയിമുകളും അവിടെ ഇട്ട്. അപ്പി എന്നവരെ ഇട്ട്. അപ്പി എന്ന് പറഞ്ഞാൽ തീട്ടോ എന്നാണ് അർത്ഥം. അങ്ങനത്തെ നിക് നെയിമുകൾ വരെ ഇട്ടു. പക്ഷെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ആ ഒരു സെൻസിൽ എടുത്ത് അതങ്ങ് പോയി. പക്ഷെ ഇവിടെ രേണു സുധിക്ക് മാത്രം അയ്യോ എന്തിനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾ പറയൂ, ഞാൻ വിധവയാണ്, ഞാൻ അരുമില്ലാത്തവളാണ്, സിംഗിൾ മദറാണ്, ATM കാർഡുണ്ട്, വിക്ടിം കാർഡുണ്ട്, മറ്റേ കാർഡുണ്ട്, എല്ലാ കാർഡും ഒക്കെ എടുത്ത് ഇറക്കുന്നുണ്ട്. സത്യം പറയില്ല, എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഈ സഹതാപം പിടിച്ചു പറ്റി ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടുള്ള നാറിയ കളി, ഒന്നാം തരം നാറിയ കളി. അത് തന്നെ ഞാൻ പറയാം. ചീത്ത വിളിക്കാന്നുള്ളവന്മാരെ എല്ലാം വന്ന് കമന്റ് വിളി. എനിക്ക് വിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കും. പിന്നെ ഗിവൻ ടേക്ക് പോളിസി ആയിരിക്കും. അതുകൊണ്ട് വിളിക്കാനുള്ളവരൊക്കെ നല്ലോണം വന്ന് വിളിച്ചിട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നല്ലപോലെ മെഴുകുന്നുണ്ട് കുറെ എണ്ണം കമന്റ് ബോക്സിൽ കിടന്നിട്ട്. പ്രത്യേകിച്ച് കുറെ ഫേക്ക് അക്കൗണ്ടുകൾ വരുന്നുണ്ട്, പുതുതായിട്ട് കുറെ അക്കൗണ്ടുകൾ ഉത്ഭവിക്കുന്നുണ്ട്. PR ടീമുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അക്ബർ അവളെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതും അതിനുശേഷം അവൾ മറ്റേ നാഗവല്ലിയെ പോലെ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് സാഡ് BGM ഒക്കെ കയറ്റിയിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് പറത്തേണ്. അക്ബറിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പണ്ട് ബിഷപ്പിനെയും മറുനാടനെയും നമ്മുടെ ഫിറോസിക്കൊക്കെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തതുപോലെ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ജനങ്ങൾ പറ, ചോർച്ച ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ നിങ്ങൾ ജനങ്ങൾ ഇനി പറ, ആ സെറ്റപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നല്ലപോലെ വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട്. എന്റെ പൊന്നു മക്കളെ, അവൻ പോയിട്ട് മാപ്പ് പറഞ്ഞിട്ട് പോലും ആ മാപ്പ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവക്കറിയാം ഈ സാധനം പിടിക്കുക, ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റുക. സഹതാപത്തിലൂടെ നേടുന്ന ഒരു വോട്ടും വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. കളിച്ച് ജയിക്ക്, അല്ലെങ്കിൽ തന്റെ ഇടത്തോടെ ന്യായമായ കാര്യം പറഞ്ഞു ജയിക്ക്. സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരുത്തി ഇട്ടുകൊടുത്തുകൊണ്ടല്ല ഓരോ വോട്ടും നേടേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവ വോട്ട് ചെയ്യുന്ന വിധികളായ കുറെ ജനങ്ങളടുത്താണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ന് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയാം. കാരണം ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഇവള് തിരിച്ചിവനെ വേട്ടപ്പട്ടി എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താ കുഴപ്പമില്ലേ? അവളെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ മാത്രമേ നിനക്കൊക്കെ ഗുരു പൊട്ടുന്നുള്ളൂ. തിരിച്ച് വേട്ടപ്പട്ടി എന്ന് വിളിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. നിന്നെയൊക്കെ വന്നിട്ട് പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു വിളിക്കത്തില്ലേ? എന്നെ പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു പരിധി വരെ കേട്ടോണ്ടിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ലടേ, പട്ടി നന്ദിയുള്ള മൃഗമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാവാല അടിച്ചു പിടിച്ചു കളഞ്ഞേ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചില സമയത്ത് ഞാൻ ഗുരുവൊട്ടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ, ഞാൻ ആ രീതിയിൽ പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പട്ടിയെന്ന് വിളിച്ച് അവനെ പറയുന്ന സമയത്ത് അവന്റെ പാരമ്പര്യത്തിന് അടക്കമല്ല അവള് ചോദ്യം ചെയ്യുന്നത്. അവന്റെ അപ്പനെ അമ്മയെ അടക്കം ചോദ്യം ചെയ്തും കൊണ്ടുള്ള സാധനമല്ലേ അവള് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേണേ അവനെ ഇറക്കി കൂടെ വിക്ടിം കാർഡ്. പക്ഷെ അവനെ ഇറക്കിയോ? ഇല്ല. എന്തുകൊണ്ട്? ആ തീട്ട കേസുകൾ പറഞ്ഞും കൊണ്ട് അവിടെ കിടന്ന് അടി കൂടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഇവള് കാണിക്കുന്ന ഒരു പൊറാട്ട് നാടകം അത്ര തന്നെയാണ്. മനസ്സിലാക്കാൻ പറ്റുന്നവന്മാർ മനസ്സിലാക്കണം, അല്ലാത്തവന്മാർ പോയി ഇരി. എനിക്കതേ പറയാനുള്ളൂ. കുറെ എണ്ണം കിടന്ന് മെഴുകുന്നുണ്ടല്ലോ, പോയി ഇരി. ഇത്രയും വിട്ടികളായ ജനങ്ങളായി മാറരുത്. ഇതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അവള് വിളിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ വേട്ടപ്പട്ടി കടിച്ചു കീറുന്നവനാണ് അക്ബർ എന്ന്. അവൻ ആരെ കടിച്ചു കീറി? നിന്നെ കടിച്ചു കീറാൻ വന്ന? ഇല്ലല്ല. നീ അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ വെച്ചിട്ട് അവൻ നിനക്കൊരു പേരിട്ട്, നീ തിരിച്ചൊരു പേരിട്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകേണ്ട സംഭവമാണ്. പക്ഷെ നിനക്കറിയാം ഇത് പറഞ്ഞുകൊണ്ട് നീ സഹതാപോ കാര്യങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണ് നീ അവിടെ ചെയ്തിട്ടുള്ള. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒറ്റയ്ക്ക് നടന്നും കൊണ്ട് ബിഗ് ബോസ് കേൾക്കൂ,
ജനങ്ങൾ നിങ്ങൾ ഇതിന് പറയും, നിനക്കറിയാം ഈ സാധനം ഔട്ട് വെളിയിൽ വരുമെന്ന്. അതുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നീ അവിടെ കയറി സങ്കടം അഭിനയിച്ച് കട്ടിലിൽ കയറി കിടന്നുകൊണ്ട് പിച്ചും പേയും പറയുന്നുണ്ട്. നല്ല ഒന്നാമത്തെ ആരാ നിന്നെ പഠിപ്പിച്ച് വിട്ടത്? ഇങ്ങനെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് വന്ന് കളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് വെടിപ്പായിട്ട് ആരാ പഠിപ്പിച്ച് വിട്ടത്? എന്തായാലും കൊള്ളാം കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിനുശേഷം ഈ അക്ബർ വന്നിട്ട് ഇവളുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. അപ്പോഴാണ് അവളെ മറ്റേ അടുത്ത കാർഡുകൾ പിന്നെയും പറവറാന്ന് പറക്കി ഇറക്കുന്നത്. ഇൻഷുറൻസ് കാർഡ് എല്ലാം ഇറക്കുന്നുണ്ട്, വിക്ടിം കാർഡ് കാണാം. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ എന്റെ പ്രായത്തിന് എന്നെ 2 വയസ്സ് മുമ്പാണ്. അപ്പോൾ ഞാൻ പറയാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അഥവാ ചേച്ചിക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതിനൊരു സന്ദർഭം കിട്ടിയാൽ ഞാൻ പറയും. ഇതിപ്പം ക്യാമറയിൽ നോക്കി പറയുന്നതാണ്. ഇതിനുശേഷം നേരിട്ടും പറയുന്നുണ്ട്. നേരിട്ട് പറയുന്ന സമയത്ത് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൾ ഇതിൽ പിടിച്ച് നിൽക്കുകയാണ്. അവന് സോറി പറഞ്ഞിട്ടും അവൾ രാവിലെയും ആ വിഷയം അവിടെ ഇരിക്കുന്ന സമയത്ത് എടുത്തിടുന്നു. അതിൽ അനുമോള് അവൾക്ക് ചുക്കാൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അഭിലാഷൊക്കെ വന്നിട്ട് കറക്റ്റ് കാര്യം പറയുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു പക്ഷേ ഇവനും ഇറക്കാം വിക്ടിം കാർഡായിട്ട്, അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പുതുത്വത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വേട്ടപ്പട്ടി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കുടുംബം മൊത്തം, എന്റെ പാരമ്പര്യം മൊത്തം പട്ടിയൊന്നും ചോദിച്ചുകൊണ്ട് ഇവനും ഇറക്കാം വിക്ടിം കാർഡ്. അവൻ ഇറക്കിയില്ല. അതാണ്ട ആണത്തം, ചങ്കൂറ്റം. ഇതുപോലത്തെ തീട്ടക്കേസിൽ പിടിച്ച് നൂല് പിടിച്ചല്ല പോവേണ്ട. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. അവിടെ ഏറ്റവും കൂടുതൽ ഈ നിക്നെയിം, വളരെ മോശമായിട്ടുള്ള നിക്നെയിം കിട്ടിയിട്ടുള്ളത് അനീഷിനാണ്. അവൻ വരെ ചങ്കൂറ്റത്തോടെ പിടിച്ചിരിക്കണം. പിന്നെ പറയാളൊക്കെ പറഞ്ഞിട്ട് പോളം പെടലാളെ എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഒന്നാം തരം നാടകമാണ്. ഇതിലൊക്കെ സഹതാപം കണ്ട് വീഴുന്ന ജനങ്ങളെ, വിഡ്ഢികളെ, നിന്നേക്ക് എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്തായാലും ഈ രാവിലെ നടന്നിട്ടുള്ള സംഭവത്തിനെ പറ്റി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ അക്ബറും അതുപോലെ രേണുസുധിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നു. അതായത് ഇന്നലെ രേണുസുധി ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് ഇന്നലെ രാത്രി തന്നെ പോയിട്ട് അക്ബർ സോറി പറയുന്നുണ്ട് രേണുസുധിയുടെ അടുത്ത്. പക്ഷെ പിന്നീട് ഇന്നും ആ ടോപ്പിക് അവിടെ അല്ലറ ചില്ലറ വഴക്കുകളൊക്കെ അനുമോളും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്നതിനിടയിൽ രേണുസുധി അനുമോളാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ഈ സെപ്റ്റിക് ടാങ്കിന്റെ കാര്യം. ഇന്നലെ വിളിച്ച് തെറ്റായി പോയെന്ന് അക്ബറിന്റെ അടുത്ത് പറയുന്നു. അത് രേണുസുധി ഏറ്റുപിടിച്ചാണ് അക്ബറും രേണുസുധിയും തമ്മിൽ വീണ്ടും വഴക്കാവുന്നത്. വീണ്ടും ആ പ്രശ്നം രാവിലെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. മനഃപൂർവ്വം വളച്ചൊടിച്ചെടുത്ത് ഇട്ട് കൊടുത്ത്, അനുമോൾ ഇട്ട് കൊടുത്ത്, മറ്റോളെ നൂല് കയറി പിടിച്ച് മൊത്തം ആടി പോടാ 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 പോഹാ ജഗ പുകയാക്കി. കൊള്ളാം, നല്ലതാണ്, നല്ല ഗെയിമാണ്, നല്ല അടിപൊളി ഗെയിം കേട്ടോ. അപ്പോ അക്ബർ പറഞ്ഞു, ഞാൻ ഇന്നലെ സോറി പറഞ്ഞു, പക്ഷെ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിന് നീ മുഴുവൻ വിധവകളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒരു അട്ടിപ്പേർ അവകാശമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ആരും അങ്ങനെയല്ല, അവരവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു വഴക്കാണ്. അപ്പൊ 100% ഞാൻ യോജിക്കുന്നു. അതൊരു ടാസ്ക് ആയിരുന്നു. ഓരോരുത്തർക്ക് നിക്നെയിം ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഇതൊന്നും കേൾക്കാനും കാണാനും പറ്റൂല്ലെങ്കിൽ ഇറങ്ങി പോണം. എന്തിനിങ്ങോട്ട് കയറി വന്നു? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കുറെ വിക്ടിം കാർഡ് പറക്കി ഇറക്കുകയല്ല ചെയ്യേണ്ടത്. അതാദ്യം മനസ്സിലാക്കി ബോധത്തോടെയൊക്കെ നിൽക്കാൻ നോക്ക്. ഇങ്ങനെ ഇതാവരുത്. എനിക്കിതേ പറയാനുള്ളൂ. വളരെ മോശം, ചീപ്പ് ക്വാളിറ്റി. ഈ പുറത്ത് കാണിച്ചിട്ടുള്ള അതേ ചീപ്പ് ക്വാളിറ്റി തന്നെയാണ് അകത്ത് പോയിട്ടും കാണിക്കുന്നത്. ഒരു മാറ്റമില്ല. നന്നാവണം എന്നുള്ള ഒരു ചിന്ത ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിന്റെ മാപ്പ് വേണ്ട, ആ മാപ്പ് ഞാൻ സ്വീകരിക്കുന്നില്ല, ആ വിളിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുധി ഭയങ്കരമായിട്ട് ഒച്ചയും വഴക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഭിലാഷ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഇത് പിന്നെ അങ്ങനെയാണെങ്കിൽ അനീഷിനെ നമ്മുടെ ആദിലയും നൂറയും അപ്പി എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഇത് തന്നെയല്ലേ? സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുപോലെ തന്നെ അശീലമായ ഒരു അർത്ഥമല്ലേ അപ്പി എന്നും പറയുന്നത്? അതെ, 100%. അനീഷിന് ആദിലെ നൂറയും കൂടെ അപ്പി എന്ന് പറഞ്ഞ് പേരിട്ട് കൊടുത്ത്. അപ്പി എന്ന് പറഞ്ഞാൽ തീട്ടോ എന്നാണ് അർത്ഥം, അല്ലെ? ആ അർത്ഥം ഇട്ടുള്ള പേര് അവൻ ഇട്ട് കൊടുത്തിട്ട് അവൻ ഒരു കൂസലില്ല നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ അവൻ തീട്ടോ ആയതുകൊണ്ടായിരിക്കുന്നു? ഒരിക്കലും ഇല്ല. ഇതൊക്കെ തീട്ട കേസാണ്. ഇതിലൊക്കെ കയറി പിടിച്ചിട്ട് വലിയ ഹൈപ്പ് കാണിച്ച് സഹതാപം പിടിച്ച് പറ്റാൻ നോക്കുന്നത് ഇവളുടെയൊക്കെ മണ്ടത്തനമാണ്. ഇത് കണ്ടും കൊണ്ട് സഹതാപത്തിൽ വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ അതിനേക്കാളും വിഡ്ഢികളാണ് കേട്ടോ. തനി നിറങ്ങളൊക്കെ നീയൊക്കെ മനസ്സിലാക്ക്, അല്ലാണ്ട് കിടന്ന് മെഴുകാതെ. അയ്യേ കഷ്ടം. ഇങ്ങനെ സഹതാപം കണ്ട് ഒരുത്തനും ഒരുത്തിക്ക് വോട്ട് കൊടുക്കാതിരിക്കും. സഹതാപം പിടിച്ചു പറ്റി ഇവിടെ പിടിച്ചു നിൽക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സഹതാപം പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന ഞാൻ. ഞാൻ പോലും ഇവിടെ സഹതാപം പിടിച്ചു പറ്റാതാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. പിന്നെയാണ് അയ്യേ ഈ തീട്ട കേസുകളും ഭർത്താവില്ല, സിംഗിൾ മദറാണ്, വിധവയാണ്, മറ്റതാണ്, തേങ്ങയാണ്, കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ലാത്ത ടീംസ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അനീഷും അതുപോലത്തെ ഒരു കാർഡ് ഇറക്കണ്ടേ? അപ്പൊ ഇത് ശരിയല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, അതങ്ങ് അവിടെ കളഞ്ഞാൽ മതി. അതിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ അഭിലാഷ് വന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും രേണുസുധി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഒരു ടോപ്പിക്ക് മുകളിലോട്ട് കൊണ്ടുപോകണം എന്നാണ് രേണുസുധി ആഗ്രഹിക്കുന്നത്. അവളായിട്ട് വേറൊരു കണ്ടന്റ് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ഇതിലെങ്കിലും നൂല് പിടിച്ച് ഇങ്ങനെ പോവാന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ലാലേട്ടൻ ഉറപ്പായിട്ട് വരുന്ന സമയത്ത് ചോദിക്കും. മിക്കവാറും അക്ബറിന് പണി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ലാലേട്ടൻ ചോദിച്ച് ലാലേട്ടൻ അക്ബറിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പോകും. ഇവക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടുകയും ചെയ്യും. സഹതാപത്തിന്റെ വിധവാ പെൻഷനും മഞ്ചുകൊണ്ട് പോകുന്ന ആ സെറ്റപ്പിൽ ഇവിടെ ഹൈപ്പ് കയറും. അക്ബറിനെ തിരിച്ച് വേട്ടപ്പട്ടി എന്ന് വിളിച്ച സാധനം ഇവൻ ആ സമയം എടുത്തിട്ട് ഇവനും അവിടെ സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവന്റെ പുതുത്വത്തിന് അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ വേട്ടപ്പട്ടി
ആ ഒരു സെറ്റപ്പ് എടുത്തിട്ട് അവന് സംസാരിക്കാം. കാരണം ഇത്രയും അവർക്ക് സംസാരിക്കാമെങ്കിൽ ഇവൻ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല, ഇവന് സംസാരിക്കാം. പക്ഷെ എനിക്ക് അവൻ അത് സംസാരിക്കുന്നതിൽ എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് അവന് വേണമെങ്കിൽ സംസാരിക്കാം. പറഞ്ഞു സെപ്റ്റിക് ടാങ്ക് എന്ന് വേറൊരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഒട്ടും സന്തോഷമൊന്നും തോന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിൽ രേണു സുധീനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് ഒരു ഇരട്ടപ്പേരാണ് ഇടുന്നത്, ഇഷ്ടമല്ലാത്ത ആളായിട്ടാണ് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നുന്ന സങ്കടം രേണു സുധിക്ക് തോന്നിയിട്ടുണ്ടാകണം. അതിൽ ഒരു സംശയമില്ല. അവരുടെ ആ ഫീലിംഗ്സ് മനസ്സിലാക്കുകയും വേണം. പക്ഷെ നമ്മൾ അതിനകത്തൊരു പ്രശ്നം, ഇതൊരു ടാസ്ക് ആണ്. ആ ടാസ്കിൽ ഇതേപോലുള്ള വാക്കുകൾ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വാക്കുകളുടെ അർത്ഥം തേടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തി പട്ടി ആകണമെങ്കിൽ അയാളുടെ പാരമ്പര്യത്തെയും കൂടെ അല്ലേ വിളിക്കുന്നത്? അയാളുടെ അച്ഛനും അമ്മയും പട്ടിയാണെന്നല്ലേ എന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അപ്പൊ അയാൾക്ക് പറഞ്ഞു, നീ എന്തിനാണ് എന്റെ പാരന്റ്സിനെ പട്ടി എന്ന് വിളിച്ചത്? അവർ പട്ടിയായാലും ഞാൻ പട്ടിയാവും എന്നും പറഞ്ഞു വേണമെങ്കിൽ അടി ഉണ്ടാക്കാം. 100% ഈ വിളിച്ച പേരുകളുടെ പാരമ്പര്യം തേടിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കും അവസാനിക്കുന്നത്. അതുപോലെ അക്ബറിന് വേണമെങ്കിൽ പിടിച്ചു കയറാം. പിന്നെ പട്ടി അത്ര മോശം മൃഗമൊന്നുമല്ല. ഈ പട്ടിക്ക് പകരം വേണമെങ്കിൽ സിംഹം എന്ന് വിളിക്കാമായിരുന്നല്ലോ. ഇവിടെ രേണു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടപ്പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാസമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാസമായിട്ട് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് സിംഹം എന്ന് പറഞ്ഞുകൂടാ? പുലി, കടുവ എന്നൊക്കെ പറഞ്ഞുകൂടാ? പട്ടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പട്ടിയെ പൊതുവേ നമ്മുടെ സമൂഹം കുറച്ച് കാണുന്ന ഒരു മൃഗമാണല്ലോ പട്ടി. അവന് വട്ടി വരെ, അത് വെറും പട്ടിയുടെ പട്ടിത്തീട്ടോടെ എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഞാൻ പട്ടിയിൽ അഭിമാനം കാണുന്ന ഒരു വ്യക്തിയാണ്. വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു മൃഗമാണ്, സ്നേഹമുള്ളതാണ്. ഒരു നേരം ആഹാരം കൊടുത്ത് ഞാൻ നന്ദി, അതിന്റെ മരണം വരെ നമ്മളോട് കാണും, നമ്മൾ തിരിച്ചു കാണിച്ചില്ലെങ്കിൽ. അങ്ങനത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് മാലിന്യം എന്ന അർത്ഥത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരാളുടെ പ്രവൃത്തി കൊണ്ടോ അയാളുടെ കോണ്ടന്റുകൾ കൊണ്ടോ ആ വ്യക്തി അങ്ങനത്തെ ഒരാളാണെന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചത്. പക്ഷെ അത്തരം വാക്കുകൾ ഒഴിവാക്കേണ്ടത് നമ്മളൊരു മര്യാദയാണ്. ഇപ്പൊ അക്ബർ സ്വയം മനസ്സിലാക്കണം, അത്തരം വാക്കുകളൊന്നും വേണ്ട, അതൊന്നും ഉപയോഗിക്കേണ്ട എന്ന് അക്ബർ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇനി അഥവാ അക്ബർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തന്നെ ഒരു സോറി പറഞ്ഞാൽ കളയാവുന്ന ഒരു കേസേ ഉള്ളൂ. അത് സ്ത്രീത്വത്തെ അപമാനിച്ചു, വിധവകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ അനീഷിനെ അവിടെ അപ്പിയെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് രേണു സുധി ഓൾറെഡി നമ്മുടെ അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിക്കുന്നു. അപ്പൊ വേട്ടപ്പട്ടി എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ വിളിക്കുമ്പോൾ നമുക്കും അതത്ര നല്ല കാര്യമായിട്ട് തോന്നൂല. വേട്ടപ്പട്ടി എന്ന് പറയുന്ന രേണു സുധി പറയുന്നത് ശൗര്യത്തിന്റെ പ്രതീകമാണെന്നാണ്. ശൗര്യമാണ് രേണു സുധി ഉദ്ദേശിച്ചതെങ്കിൽ സിംഹം എന്ന് വിളിച്ചാൽ പോരെ? സത്യം, ശൗര്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ സിംഹമോ കടുവ എന്നൊക്കെ വിളിച്ചാൽ പോരെ? വേട്ടപ്പട്ടി എന്ന് വിളിച്ചെന്തിന്? പട്ടി എന്ന് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കുമ്പോൾ ആർക്കും അത് അങ്ങോട്ട് പിടിക്കത്തില്ല. പകരം സിംഹം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആലോചിച്ച് നോക്ക്. അപ്പൊ എന്റെ മുഖത്ത് നോക്കി ഒരാൾ പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കും പിടിക്കത്തില്ല. ചില പോയിന്റിൽ ഞാൻ വിചാരിക്കും പട്ടി നല്ല നന്ദിയുള്ള മൃഗമല്ലേ, അതുകൊണ്ട് വിളിച്ചാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, നീ കാണിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോക്കർത്തനം തന്നെയാണ്. പക്ഷെ ഈ സെൻസിൽ അതിനെ എടുത്തു വെച്ചിട്ട് വലിയ സംഭവമാക്കി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ കളിച്ചു പോയി. അല്ലാണ്ട് അതിനെ നൂല് പിടിച്ചുകൊണ്ട് വിധവാ പെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ പേരുകളൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒഫൻഡഡ് ആണ്. രേണു സുധിക്ക് ചിലപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോഴായിരിക്കും ഒഫൻഡഡ് ആയത്, ദേഷ്യം തോന്നിയത്. അതേ സാധനം അക്ബറിന് ചിലപ്പോൾ അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചപ്പോൾ തോന്നാം, ഞാൻ എങ്ങനെയാണ് വേട്ടപ്പട്ടി, ഞാൻ ഇവിടെ ആരെങ്കിലും വേട്ടയാടിയോ, ഞാൻ അങ്ങനെ വേട്ടയാടുന്ന ഒരാളല്ല, നീ എന്തിനാണ് എന്നെ പട്ടി എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് തിരിച്ചു ചെയ്യാം. ഇത് പുരുഷന്മാരെ അപമാനിക്കലാണ്, ആണുങ്ങളൊന്നും വേട്ടപ്പട്ടികളല്ല, ഒച്ചയിടുന്ന ആണുങ്ങളൊന്നും വേട്ടപ്പട്ടികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കാർഡ് തിരിച്ച് അങ്ങോട്ട് ഇറക്കാം. അപ്പൊ ഈ കാർഡ് ഇറക്കി കളിക്കുന്ന സമയത്ത് അത് അത്ര ശരിയായിട്ട് ഗെയിം മുന്നോട്ട് പോകില്ല. സത്യം, ഈ കാർഡ് ഇറക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഈ തീട്ട കേസുകൾക്കൊക്കെ ഉളുപ്പില്ലാതെ കാർഡ് ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എന്തുവാടാ? ഇത് ഇപ്പൊ വേണം അക്ബർ എന്നും പറയാം. ഇങ്ങനെ എന്നെയും എന്റെ പാരമ്പര്യത്തിനെ അടക്കം പട്ടിയെന്ന് വിളിച്ച് ഇവളെ ആക്ഷേപിച്ചതുകൊണ്ട് ഇവളെ ബിഗ് ബോസിൽ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് വേണമെങ്കിൽ ഇവന് ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെ? ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അവനും അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ പുറത്ത് ഇവനും സപ്പോർട്ട് വരും. പക്ഷെ ഇത്തരം തീട്ടം കേസുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ നൂല് പിടിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അവിടെ വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് രേണു ചെയ്തിട്ടുള്ള ഒരു പൊറാട്ട നാടകം മാത്രമാണ് ഈ ഒരു സംഭവം, വേട്ടപ്പട്ടി, ഈ സെപ്റ്റിക് ടാങ്കിന്റെ കേസ്. അതിനങ്ങ് ആഴ്ന്നിറങ്ങി ചിന്തിച്ച് ബിഗ് ബോസിൽ തേരാപ്പാഴ നടന്നും കൊണ്ട് കാക്കൂക്കി എന്ന് പറയുന്നതിൽ ഒരർത്ഥം എനിക്ക് തോന്നുന്നില്ല. നല്ല ഒന്നാം തരം കാർഡ് ഇറക്കി. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം. ചിലതിന് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ല. അത് ടാസ്ക് ആയിരുന്നെന്നും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പോലും ബോധമില്ലാതെ കുറേ എണ്ണം വന്നു കിടന്ന് അയ്യോ പാവം പെണ്ണ്, അയ്യോ അവളെ ഒറ്റപ്പെടുത്തി, മറ്റേണ് മാങ്ങയാണ്, തൊലിയാണ്, മാടയാണ്, കോടയാണ് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. കൂളുപ്പില്ലാത്ത കുറേ എണ്ണം. അല്ലാണ്ട് ഇതിനെയൊക്കെ എന്ത് പറയാനാണ്? ഇനി വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടാ. ഒരു അമലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോയ് തുക്കുടു മോയ് വന്നിട്ട് എന്റെ പേര് വെറുതെ വലിച്ചിടേനേട്ടാ. തുക്കുടു മക്കൾക്ക് എല്ലാം ഇപ്പൊ അങ്ങ് ചൊറിഞ്ഞ് നിൽക്കുക. എന്നെ വലിച്ചിട്ടാല് തുക്കുടു മക്കൾക്കൊക്കെ ഉറക്കം വരുള്ളൂ. തുക്കുടു മോൻ പറ. എൻ്റെ ഒരു അമൽ രേണു ചേച്ചിൻ്റെ ഇപ്പോൾ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ചേച്ചിയെ പൊക്കി പറയല്ല, ഉള്ളതാണ്. കാരണം എത്രയോ നെഗറ്റീവിൻ്റെ ഇടയിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവ് മാത്രം പറഞ്ഞ ആൾക്കാർ ഇപ്പം ചേച്ചിയെ കണ്ട് അഭിമാനിക്കുന്ന നിമിഷം മനസ്സിലായോ? ഒരാളെ എത്രത്തോളം നിങ്ങൾ അടിച്ച് താത്താൻ നോക്കിയാലും അവർ പൊന്തി വരും. അവരുടെ കയ്യിൽ ന്യായം ഉണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലൊക്കെയാണ് ഈ അതുൽ എന്ന് പറഞ്ഞ ഓരോരോ യൂട്യൂബ് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ചേച്ചി കൊണ്ട് വളരെ മോശമായ രീതിയിൽ ചേച്ചിയെ താഴ്ത്തി കിട്ടിയിട്ടുണ്ട്. എടാ തക്കുടുമോൻ എന്റെ പേര് പറയാൻ സമാനം കിട്ടത്തില്ലല്ലേ? തക്കുടുമോൻ കൊള്ളാമല്ല മോനെ. മോൻ പോയി തരത്തിന് കളി. ചുമ്മാ എന്റെ അടുത്ത് വായിരിക്കണമെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരല്ലേ എഴുന്നല്ലേ? എത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബിലോ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.